Hello dear students. Next topic is the acceptance angle and acceptance cone. Also we define what is meant by numerical aperture. First we define what is acceptance angle. This acceptance angle is denoted by the letter theta A. Theta A means acceptor, theta A, and it is defined, the first sentence is the definition, that is the maximum angle with the axis of the core. Within this angle, light rays will be accepted and propagated through the fiber by multiple total internal reflection. Okay, we know this is the structure of an optic fiber. The center portion, this is the core, and this one be the cladding, and this dotted line is the axis of the core. So here acceptance angle is the maximum angle, that is within which the core is accepted the rays and which is propagated through the fiber by multiple total internal reflection. അതായത് നമുക്കറിയാം ഈ ഒരു ഫൈബറിൻ്റെ അകത്തോട്ട് ലൈറ്റ് പുറത്തു നിന്നും ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് ആ ലൈറ്റിന് എന്ത് സംഭവിക്കണം, ഇതിൻ്റെ അകത്ത് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കണം, എങ്കിലേ ലോസ് ഇല്ലാതെ ഇൻഫർമേഷൻ നമ്മളുടെ സെൻറ്റർ പൊസിഷനിലോട്ട് എത്തുള്ളൂ, റിസീവർ പൊസിഷനിലോട്ട് എത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു പെർട്ടിക്കുലർ ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ഇതിൻ്റെ റിഫ്രാക്റ്റീവ് ഇത് ഒരു ഡെൻസർ മീഡിയമാണ് N1, ഇത് N2 ആണ്. നമുക്കറിയാം N1 ഗ്രേറ്റർ ദാൻ N2 ആണ്. സോ ഇതൊരു ഡെൻസർ മീഡിയമാണ്, ഇത് പുറത്തുനിന്നും വരുന്നതാണ്. സപ്പോസ് ഇത് എയർ ആണെങ്കിൽ നമുക്കറിയാം ഇതിൻ്റെ വാല്യൂ 1 ആണ്. ഓക്കെ, ദെൻ ഈ ഒരു പുറത്തുനിന്നും ഇത് ഇൻസിഡൻറ്റ് ചെയ്യുന്ന സമയത്ത് റയറർ ടു ഡെൻസർ ആണ്. റയറർ ടു ഡെൻസർ ആണെങ്കിൽ ഇവിടെയുള്ള നോർമൽ എന്ന് പറയുന്നത് ഈ ആക്സിസ് ആണ്. സോ അതെന്ത് ചെയ്യും, ഈ റേ നോർമൽ, അതായത് ഇങ്ങനെ പോവേണ്ടിയിരുന്ന റേ ഒന്നും കൂടെ നോർമലിനോട്ട് ബെൻഡ് ചെയ്യും, ഇങ്ങനെ എത്തും അല്ലേ. അപ്പോൾ ഇങ്ങനെ വരും. ഇവിടുന്ന് നമുക്കറിയാം N1 ഗ്രേറ്റർ ദാൻ N2 ആണ്. അതുപോലെ എന്തും കൂടെയാണ്, അതായത് ഡെൻസർ ടു റയർ മീഡിയമാണ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ മീഡിയത്തിൻ്റെ ക്രിട്ടിക്കൽ ആംഗിളിലേക്കും ഗ്രേറ്റർ ആണെങ്കിൽ അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കും. ലൈറ്റ് ഇവിടെ തോട്ട് ഇങ്ങനെ ടോട്ടൽ ഇൻറ്റർ റിഫ്ലക്ഷൻ നടന്നു വരും. ഇവിടുന്ന് പിന്നെ ടോട്ടൽ ഇൻറ്റർ റിഫ്ലക്ഷൻ കണ്ടിന്യൂ ചെയ്യും. അതിന് നമ്മൾ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റർ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പെർട്ടിക്കുലർ കേസ് ഇനി അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, ഇവിടുത്തെ ഈ ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇവിടെ എത്തുന്ന റേ ഈ പോയിന്റിൽ ക്രിട്ടിക്കൽ ആംഗിളിനേക്കും കൂടുതലോ കുറവോ ആയിട്ടാണോ ഇൻസിഡൻറ്റ് ചെയ്യുന്നത് എന്ന് തീരുമാനിക്കുന്നത് ഈ പോയിന്റിൽ. ഓക്കെ, ഇവിടെ നമ്മൾ വേരി ചെയ്യുമ്പം അത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുന്ന ഈ പോയിന്റ്, ഈ ആംഗിൾ മാറും. ഇവിടെ നിങ്ങൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ആംഗിൾ വീണ്ടും മാറും. ഇവിടെ നിങ്ങൾ ഈ ഒരു പെർട്ടിക്കുലർ തീറ്റായനേക്കും കൂടിയൊരു ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് റേ റിഫ്രാക്ഷൻ നടന്നുകൊണ്ട് ഇവിടെ എത്തുന്ന സമയത്ത് ചില സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടത്തെ ക്രിട്ടിക്കൽ ആംഗിളിനേക്കും കുറഞ്ഞൊരു ആംഗിളിലായിരിക്കും വന്ന് ഫോളോ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ റേ എന്ത് ചെയ്യും, ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തോട്ട് റിഫ്രാക്ട് ചെയ്തിട്ട് അങ്ങ് പോകും. അവിടെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കൂല, ലൈറ്റ് റേ നമുക്ക് ലോസ് ആയിട്ട് പോകും. അപ്പോൾ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഈ ഒപ്റ്റിക് ഫൈബർ ലൈറ്റ് റേനെ ആക്സെപ്റ്റ് ചെയ്യുന്നതും ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ട് ഇതിലെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റ് ആംഗിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിനും കൂടുതലാണെങ്കിൽ പിന്നീട് എന്ത് സംഭവിക്കില്ല, നമുക്ക് ഒപ്റ്റിക് ഫൈബർ അത് ആക്സെപ്റ്റ് ചെയ്യില്ല മീൻസ് അവിടെ നിന്ന് അങ്ങോട്ട് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ നടക്കൂല, ലൈറ്റ് ഇൻഫർമേഷൻ ക്ലാഡിങ്ങിലോട്ട് ലോസ് ആയിട്ട് പോകും. ദാറ്റ് പെർട്ടിക്കുലർ മാക്സിമം ആംഗിൾ ഈസ് കോൾഡ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ആ വേർഡ് തന്നെ ആക്സെപ്റ്റൻസ്, സ്വീകരിക്കുന്ന ആംഗിൾ, അതിലും കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ലോസ് ആയി പോകും. ആ മീനിങ്ങിലാണ് എന്ത് പറയുന്നത്, ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. മാക്സിമം ആംഗിൾ വിത്ത് ദി ആക്സിസ് ഓഫ് ദി കോർ, ആക്സിസുമായിട്ടുണ്ടാക്കുന്ന മാക്സിമം ആംഗിൾ. വിത്തിൻ ദിസ് ആംഗിൾ ദ ലൈറ്റ് റേസ് വിൽ ബി ആക്സെപ്റ്റഡ്. ഈ ആംഗിളിൽ ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നു, ഒപ്റ്റിക് ഫൈബർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് വിച്ച് ഈസ് പ്രൊപ്പഗേറ്റഡ് ബൈ മൾട്ടിപ്പിൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ. അത്രേ ഉള്ളൂ. ആ പെർട്ടിക്കുലർ ആംഗിളിനെ നമ്മൾ എന്ത് പറയുന്നത്, ആക്സെപ്റ്റൻസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലൈറ്റ് റേ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഇവിടെ തന്നെ നമുക്കറിയാം, അതേ ആംഗിൾ നമുക്ക് ലൈറ്റ് റേ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഇൻസിഡൻറ്റ് ചെയ്യാലോ, സെയിം ആംഗിൾ. അങ്ങനെ ഇത് നമ്മളൊരു 2 ഡയമെൻഷണൽ പിക്ചറിലാണ് നമ്മളിവിടെ കാണിച്ചത്. ആക്ച്വലി ഫൈബർ ഈസ് എ 3 ഡയമെൻഷണൽ പിക്ചർ. ഇവിടെ നോക്കുകയാണെങ്കിൽ എല്ലാ സൈഡിൽ നിന്നും ഈ സെയിം തീറ്റായ ആംഗിൾ നിങ്ങൾക്ക് ലൈറ്റ് ഏത് ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻസിഡൻറ്റ് ചെയ്യാം, ഇതേ ആംഗിൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻസിഡൻറ്റ് ചെയ്യാം, ഇതേ ആംഗിൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇൻസിഡൻറ്റ് ചെയ്യാം. ഇൻ എഫക്റ്റ് നമ്മളെല്ലാം കൂടെ കൂടിച്ചേർന്ന് നമുക്ക് ഇതൊരു എന്തായിട്ട് കിട്ടും, ഒരു കോൺ
കോൺ ഷേപ്പിൽ കിട്ടും. ഈ കോണിന്റെ ഓരോ പോയിന്റിൽ നിന്നും വെർട്ടെക്സിലോട്ടുള്ള ആംഗിൾ എല്ലാം എന്താണ്, തീറ്റായാണ് അല്ലെങ്കിൽ സെയിം ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കോണിലൂടെ, ഈ പെർട്ടിക്കുലർ ആംഗിളിലായിട്ടുള്ള ഈ കോണിലൂടെ നമ്മൾ ഇൻസിഡന്റ് ചെയ്യുന്ന ഫുൾ ലൈറ്റ് റേയും ഒപ്റ്റിക് ഫൈബർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒപ്റ്റിക് ഫൈബറിന്റെ അകത്ത് കൂടെ മൾട്ടിപ്പിൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ നടന്നുകൊണ്ട് ലൈറ്റ് പുറത്തോട്ട് പോകുന്നുണ്ട്. ദെൻ ദിസ് പെർട്ടിക്കുലർ കോൺ ഈസ് കോൾഡ് ആക്സെപ്റ്റൻസ് കോൺ. ഈ കോണിനെ നമ്മൾ ആക്സെപ്റ്റൻസ് കോൺ എന്നും ഈ തീറ്റായനെ നമ്മൾ ആക്സെപ്റ്റൻസ് ആംഗിൾ എന്നും പറയുന്നു. ഇത്രയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ ഉള്ളത്. ദെൻ ഇതിൻ്റെ എക്സ്പ്രഷനാണ് അടുത്ത. മാത്തമാറ്റിക്കലി സൈൻ തീറ്റ എ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. ഈ ഇക്വേഷൻ വെച്ചുകൊണ്ട് നിങ്ങൾ അസൈൻമെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സൈൻ അപ്പോൾ നോക്കി ഓരോ ടേംസ് നമുക്കിപ്പോൾ നിങ്ങൾക്ക് പരിചയമായിട്ടുണ്ടാവും. തീറ്റ എ എന്ന് പറയുന്ന ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ്. സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഫുള്ളുണ്ട് റൂട്ട് ഓഫ് n1 സ്ക്വയർ മൈനസ് n2 സ്ക്വയർ. അപ്പോൾ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോറിനെയും ക്ലാഡിങ്ങിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. വേർ n1 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കോർ, വേർ n2 ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ക്ലാഡിങ്. അപ്പോൾ അതിന്റെ ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, സൈൻ തീറ്റ എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾ പറയുന്നത് ന്യൂമറിക്കൽ അപ്പേർച്ചർ ആണ്. ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻ ആണ് ഫസ്റ്റ് സെന്റൻസ്. ഇറ്റ് ഈസ് ദ ലൈറ്റ് ഗ്യാതറിംഗ് പവർ ഓഫ് ആൻ ഓപ്റ്റിക് ഫൈബർ. ഇത് ശരിക്കും രണ്ടും റിലേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ പറയുന്നത് ലൈറ്റ് ഗ്യാതറിംഗ് പവർ ഓഫ് ആൻ ഒപ്റ്റിക് ഫൈബർ. ഒരു ഒപ്റ്റിക് ഫൈബറിന് എത്രത്തോളം ലൈറ്റിനെ ഗാദർ ചെയ്യാൻ പറ്റും, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ പവറിനെ നമ്മൾ എന്ത് പറയുന്നത്, ന്യൂമറിക്കൽ അപ്പേർച്ചർ എന്ന് പറയുന്നത്. സോ ദിസ് ദ ഫസ്റ്റ് സെന്റൻസ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ന്യൂമറിക്കൽ അപ്പേർച്ചർ. ന്യൂമറിക്കൽ അപ്പേർച്ചർ ക്യാൻ ബി ഡിനോട്ടഡ് ബൈ capital NA and by the definition it is defined as the light gathering power of an optic fiber. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ. ഇത് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ ആണ് രണ്ടാമത്തെ. സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. അതിനടുത്ത് നമ്മൾ വേറൊരു ടേമും കൂടെ പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഇറ്റ് മെഷേഴ്സ് എമൗണ്ട് ഓഫ് ലൈറ്റ് ആക്സെപ്റ്റഡ് ബൈ ദ ഫൈബർ. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു എത്രത്തോളം എമൗണ്ട് ഓഫ് ലൈറ്റ് ഫൈബർ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള ആ എമൗണ്ടിന് നമ്മൾ എന്ത് പറയുന്നത്, ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്നത്. അത് തന്നെയാണ് ശരിക്കും നമ്മൾ ഫസ്റ്റ് പറഞ്ഞ സെന്റൻസും. ഇറ്റ് ഈസ് ദ ലൈറ്റ് ഗാദറിംഗ് പവർ ഓഫ് ആൻ ഒപ്റ്റിക് ഫൈബർ എന്ന് പറയുന്നത്. ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ഫൈബർ എന്നും കൂടെ ഈ ടേമിനെ പറയാറുണ്ട്. സോ ഫസ്റ്റ് വൺ ഈസ് ദ ഡെഫിനിഷൻ, രണ്ടാമത്തത് മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ. ഇനി നമുക്ക് മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നോക്കാം. നോക്കിക്കുക, മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ എന്താ പറയുന്നത്, സൈൻ ഓഫ് ആക്സെപ്റ്റൻസ് ആംഗിൾ ആണ് ന്യൂമറിക്കൽ അപ്പർച്ചർ. നമുക്ക് എന്ത് ചെയ്യാം, ബൈ മാത്തമാറ്റിക്കൽ ഡെഫിനിഷൻ വി ക്യാൻ എക്സ്പ്രസ് numerical aperture is equal to sine of acceptance angle. Numerical aperture is equal to sine of acceptance angle. Already we define what is the equation of sine of acceptance angle is equal to square root of n1 square minus n2 square. Therefore, we get a new equation is similar equation. Numerical aperture is equal to sine theta a, that is sine of acceptance angle, that is equal to square root of n1 square minus n2 square, where n1 is the refractive index of core and n2 be the refractive index of cladding. ഇത്രയാണ് ഇതിന്റെ ഡെഫിനിഷൻ ഉള്ളത്. ഈ കേസിൽ മീഡിയം ഇവിടെ എയർ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവിടെ ഡിനോമിനേറ്ററിൽ ഒരു n0 അല്ലെങ്കിൽ n മീഡിയം കൂടെ വരും. നമ്മൾ നെക്സ്റ്റ് കേസിൽ ഇതിന്റെ ഡെറിവേഷനാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള. ആ ഡെറിവേഷൻ പിന്നെ KTU എന്ന് മുതലാണോ നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഇറക്കാൻ തുടങ്ങി അന്ന് മുതൽ ചോദിക്കുന്ന ഒരു സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു. വാട്ട് ഈസ് മെൻ ബൈ ന്യൂമറിക്കൽ അപ്പർച്ചർ ആൻഡ് ഡിറൈവ് ഇറ്റ്സ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമ്പർ പോലും മാറാണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പുതിയ സ്കീമിലും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഡെറിവേഷനാണ്. ഓക്കെ.